സുയേശുലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 29:11 മൂഢൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഈ സദൃശ്യവാക്യത്തിൽ രണ്ടു തരം മനുഷ്യരെ താരതമ്യം ചെയ്യുന്നു, മൂഢനും ജ്ഞാനിയും. മൂഢനായ വ്യക്തി തൻ്റെ ഉള്ളിലെ ദേഷ്യഭാവം നിയന്ത്രിക്കാനാകാതെ സംസാരിക്കുന്നു. ജ്ഞാനിയായ വ്യക്തിയോ കോപത്തെ അടക്കി വയ്ക്കുന്നു എന്ന് മാത്രമല്ല, സാഹചര്യത്തെ ശാന്തതയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ജ്ഞാനിയുടെ ലക്ഷണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ അകാരണമായി കുറ്റപ്പെടുത്തുകയും മറ്റും ചെയ്തപ്പോൾ അവൻ കോപം പ്രകടിപ്പിച്ചില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു പഠിപ്പിക്കുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെന്നാണ്. കോപം മൂലം കുലപാതകം ചെയ്ത ഭോഷനാണ് ഹെരോദാവ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവാൻ വിദ്വാൻമാരെ അയച്ചുവെങ്കിലും അവർ തന്നെ കബളിപ്പിച്ചു എന്ന് കണ്ട് ഏറ്റവും കോപിച്ച് 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. തുടർന്ന് മാസങ്ങൾക്ക് ശേഷം ഹെരോദാവ് മരിച്ചു പോകുന്നതായി വചനത്തിൽ നാം വായിക്കുന്നു. ഭോഷനായ വ്യക്തിയുടെ കോപം ചുറ്റുമുള്ള മറ്റുള്ളവരെയും കഷ്ടത്തിലാക്കും എന്ന് മാത്രമല്ല, സ്വയമായി അവർ നാശത്തിലെത്തുകയും ചെയ്യുന്നു. സംസാരിക്കുന്നതിന് മുമ്പ് നാം നന്നായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ ആശ്വസിപ്പിക്കുവാനും തളർത്തുവാനും കഴിയും. ജ്ഞാനി നന്നായി ചിന്തിച്ചിട്ട് പറയുമ്പോൾ ഭോഷനായ വ്യക്തി പറഞ്ഞിട്ട് ചിന്തിക്കുന്നവനാണ്. ഏതു സാഹചര്യത്തിലും വികാരത്തെ അടക്കി വയ്ക്കുവാൻ ജ്ഞാനിക്ക് കഴിയുന്നു. സമാധാനപരമായ ജീവിതത്തിന് അത് അത്യാവശ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്വയനിയന്ത്രണം. ആത്മാവിനാൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നാവ് അടക്കി വയ്ക്കുവാനും സ്വയം നിയന്ത്രിക്കുവാനും കഴിയുകയുള്ളൂ. കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായി നാം തീരണം. കർത്താവ് നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.